ഗൈസ്. അപ്പോൾ ഇതാ നമ്മൾ ഇന്ന് പോകുന്നത് കൂട്ടുകാരുടെ ചേട്ടൻ്റെ കല്യാണമുണ്ട്. നമുക്ക് അതിന് പോവുകയാണ് ഇന്ന്. കുറേ നാൾ ശേഷം ഒരു കല്യാണമൊക്കെ കൂടുന്നു കേട്ടോ. അപ്പോൾ ഇതാണ്ട് നമ്മൾ പോകുന്ന വഴിക്കത്തെ വ്യൂ ആണത്. അതിനുശേഷം നമ്മൾ എത്തിയതാ ഓട്ടോത്തിൽ എത്തിയിട്ട് നമ്മൾ ഡയറക്റ്റ് കൊണ്ടായിരിക്കും പോവാറ്. അങ്ങോട്ട് തന്നെ പോയി ജ്യൂസ് മുട്ടായി അതൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നേ. ഞാൻ ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ ക്ലിപ്പൊക്കെ ഞാൻ അത് ഷോർട്സായിട്ട് അപ്ലോഡ് ചെയ്യാവേ. അത് കഴിഞ്ഞപ്പോൾ നമ്മളിതാ 11:45 ആയപ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു. 11:59 12:22 ഇടയിലായിരുന്നു മുഹൂർത്തം. അപ്പോഴത്തേക്ക് സെറ്റാക്കുന്നേ ഉള്ളായിരുന്നു. അവിടെ എല്ലാം സമയമുണ്ടല്ലോ. അപ്പോൾ ഇതാ താഴെ അപ്പോഴത്തേക്കും സീറ്റൊന്നും ഇല്ലായിരുന്നു ഗൈസ്. വന്നപ്പോഴത്തേക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഫില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ മുകളിലോട്ട് പോയപ്പോഴത്തേക്കും മുകളിൽ ഞങ്ങൾക്ക് സീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വന്നവർക്ക് എനിക്ക് സീറ്റില്ലായിരുന്നു ഗൈസ്. നല്ല ആളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ഓഡിറ്റോറിയത്തിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്, മുകളിലത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ചേട്ടനും അവൾ വന്നിട്ടുണ്ടായിരുന്നേ, എൻ്റെ കൂട്ടുകാരി. അപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഗൈസ്, ഈ താലപ്പൊലിയൊക്കെ എനിക്കെന്തോ നൊസ്റ്റാൾജിയ അടിച്ചു ഗൈസ്. പഴയ നമ്മളെ വീട്ടുകാരൊക്കെ ഉള്ളപ്പോൾ പോകത്തില്ലേ കല്യാണത്തിന്, അപ്പോൾ നമ്മൾ താലപ്പൊലിയൊക്കെ എടുക്കത്തില്ലേ, അതൊക്കെ എനിക്ക് ഓർമ്മ വന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ചേട്ടൻ, ഇതാണ് ചേച്ചി. അപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടായിട്ട് നമുക്ക് ഇതിൽ കൂടെ എല്ലാം കാണാൻ പറ്റും ഗൈസ്. മറ്റേത് ക്യാമറമാനൊക്കെ ആകുമ്പോഴത്തേക്ക് മറിഞ്ഞ് ആരൊന്നും കാണാൻ പോലും പറ്റില്ല ഒന്നും. അപ്പോൾ ഈ ഒരു സംഭവമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലവണ്ണം കാണാൻ പറ്റും. അപ്പോൾ ചേച്ചിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ ചടങ്ങുകളൊക്കെയാണല്ലോ ഈ ചന്ദന തൊടിയിലൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെയാണ് അത്. അപ്പോൾ അങ്ങനെയൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഉടനെ നമ്മുടെ കല്യാണം സമയമാവാറായി ഗൈസ്. അപ്പോഴത്തേക്കും ഞങ്ങൾ ട്യൂണൊക്കെ അപ്പം നമ്മളടുത്തത് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണേ. ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ കയറിയപ്പോഴത്തേക്കും ബാക്കിൽ കൂടെ എല്ലാവരും കയറി ഗൈസ്. അപ്പോൾ നമുക്ക് സീറ്റില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ലാസ്റ്റ് കുറേ നിന്നപ്പോഴത്തേക്ക് കിട്ടി. അപ്പോൾ അടിപൊളി സദ്യയായിരുന്നു ഗൈസ്. കുറേ നാൾ ശേഷം നല്ല കല്യാണം കൂടി നല്ല സദ്യ കഴിച്ച്. എന്ത് ടേസ്റ്റായിരുന്നു ഗൈസ് കറിക്കൊക്കെ, അടിപൊളി. ഞാൻ ആദ്യമായിട്ടാണ് ഫുഡ് മൊത്തം കഴിച്ച് കഴിയുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ എല്ലാ കറിയും എല്ലാ ചോറും എല്ലാ കറികളും വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പായസം വന്ന് പായസവും പഴവും പപ്പടക്കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബോളി ഉണ്ടായിരുന്നു ഈ വട്ടം. ബോളിയും പായസമൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ അതും വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടുമാരെന്നെ അറപ്പിക്കുന്നുണ്ട് കേട്ടോ, ചിരിപ്പിക്കുന്നുണ്ട്. എന്നാലും ഞാൻ മൈൻഡ് ചെയ്തില്ല ഗൈസ്. എൻ്റെ കോൺസെൻട്രേഷൻ പോവാതെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നേ. കാരണം ഇത്രയും നല്ല ഫുഡായിരുന്നു ഗൈസ്. കുറേ നാൾ ശേഷമാണ് ഞാൻ നല്ലൊരു ഫുഡ് സദ്യ കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും കറിപ്പറ്റി പോവുകയാണ് ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ തന്നെ ഗൈസ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണേ. എന്നെ അപർണ കൊണ്ടുവിടും കേട്ടോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ബൈ ടാ.